നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഒരുപാട് പേര് പറയേണ്ടായി, കുറേ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടും വീട്ടിലൊരു മാറ്റങ്ങൾ വരുന്നില്ല സ്വാമി എന്നൊക്കെ. കർമ്മത്തിൻ്റെ വിധാനം എന്ന് പറഞ്ഞാൽ ശുദ്ധകർമ്മത്തിൽ നിന്ന് തുടങ്ങി മധ്യമകർമ്മത്തിൽ അവസാനിപ്പിക്കണം. ഇന്നിപ്പോൾ നമ്മളൊരു കോഴിയെ വെട്ടിയൊരു പൂജ ചെയ്താൽ അത് വിശ്വത്തിലുള്ള ഭൂതഗണങ്ങൾക്കുള്ള കർമ്മമാണത്. അല്ലാതെ ശുദ്ധമായിട്ടുള്ള ആ സാത്വിക പൂജ മാത്രം ചെയ്താലും പ്രസാദിക്കില്ല. മത്സ്യമാംസാദികളൊക്കെ കഴിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും അവിടെ കർമ്മങ്ങൾ അത്തരത്തിലുള്ള മധ്യമ പൂജയാണ് കൊടുക്കേണ്ടത്. നമ്മൾ മത്സ്യമാംസാദികളൊക്കെ കഴിക്കുക, ദേവന്മാർ അവിലും മലരും തിന്നുക എന്നൊക്കെ പറഞ്ഞാലൊന്നും സമ്മതിക്കില്ല. ഞാൻ തന്നെയാണ് ഈശ്വരൻ, നമ്മൾ തന്നെയാണ് പരദേവത എന്ന സങ്കല്പം ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കുള്ളൂ. ഇതേപോലെ തന്നെ ഒരുപാട് പേര് വരുന്നുണ്ട് കുടുംബക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾക്ക് 24 മണിക്കൂർ നടന്നിട്ട് എനിക്കൊരു ഗതിയില്ല എന്ന് പറഞ്ഞു. ഇപ്പം നോക്കുമ്പോൾ ഏതോ ഒരു ജ്യോത്സ്യനും തന്ത്രിയൊക്കെ പറഞ്ഞു ശുദ്ധപൂജയിലേക്ക് ആക്കി. മക്കളെ, ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ തന്നെയാണ് ഭഗവതിയും വിഷ്ണുവായും വീരഭദ്രനും ഒക്കെ നിങ്ങൾ തന്നെയാണ്. നിങ്ങളിലൂടെ ആടിക്കൊള്ളുന്നു അവർ. നമ്മുടെ ഓരോ കുലത്തിൽപ്പെട്ടിട്ടുള്ള ആ കർമ്മങ്ങൾ ആചരിക്കുമ്പോഴാണ് ആ ദേവന് ശക്തി ഉണ്ടാവുള്ളൂ. നമ്മൾ മത്സ്യമാംസവും കള്ളും പെണ്ണൊക്കെ പിടിച്ച് നടക്കുക, ഇതൊന്നും നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർ നമ്മൾക്ക് വേണ്ടി പണിയെടുക്കില്ല. ഒരുപാട് ക്ഷേത്രങ്ങൾ വീണ്ടും ആ മധ്യമ പൂജയിലേക്ക് വന്നു തുടങ്ങി. കാരണം ഈ പറയുന്ന ഉന്നത ശ്രേഷ്ഠരൊക്കെ നടത്തിയിട്ടുള്ള ഈ ക്ഷേത്രവും ആ കുടുംബം അങ്ങനെ നശിച്ചു നാറാണക്കല്ലായി വരിക. പിന്നെ അഷ്ടമംഗലം വയ്ക്കുമ്പോഴാണ് പൂർവാചാരത്തിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പറയുക. ഇപ്പോൾ ചിലർക്ക് വൈദിക ശ്രേഷ്ഠന്മാർ പൂജ ചെയ്താലേ ഫലം ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞ് ഇതിൻ്റെ 4 ഇരട്ടി പൈസ അവർക്ക് കൊടുക്കും, എന്നിട്ട് ഒരു ഫലം ഉണ്ടാവില്ല. എന്നിട്ട് എല്ലാം വിറ്റിറക്കിയിട്ടായിരിക്കും ലാസ്റ്റ് നമ്മുടെ അടുത്ത് വരിക. അപ്പോഴേക്കും എല്ലാം നശിച്ചിട്ടുണ്ടാവും. സാത്വിക പൂജ എന്ന് പറഞ്ഞാൽ സാത്വികന്മാർക്ക് അത് മതി. മത്സ്യമാംസാദികൾ കഴിക്കാത്ത ആൾക്കാർക്ക് ആ പൂജ മതി, കുമ്പളങ്ങ വെട്ടിയാൽ മതി. മത്സ്യമാംസാദികൾ കഴിക്കുന്ന ഒരു വിഭാഗമാണെങ്കിൽ അവിടെ ഭദ്രകാളിയുടെ ഭൂതഗണങ്ങൾക്ക് തീർച്ചയായും കുക്കുടത്തെ മുറിച്ച് കർമ്മം കൊടുക്കണം. അപ്പം ശുദ്ധപൂജയിൽ തുടങ്ങി മധ്യമ പൂജയിൽ അവസാനിച്ചാൽ മാത്രമേ ആ ഭൂതങ്ങൾ അടങ്ങുള്ളൂ. ഏതെങ്കിലും ചാത്തൻ്റെ ദോഷത്തിനെ ആവാഹിച്ച് നമ്മൾ ചാത്തൻ്റെ ക്ഷേത്രങ്ങളിലേക്ക് കൊടുക്കുക, ദേവിയുടെ ദോഷങ്ങളെ ചൊവ്വാ സംബന്ധമായ ദോഷങ്ങൾ ചൊവ്വാ ക്ഷേത്രങ്ങളിലേക്കും കൊടുക്കുക ഒക്കെ ചെയ്യും. പക്ഷേ അവരുടെ ഭൂതഗണങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്, അത് വിശ്വദേവന്മാരാ. അവരെ മാറ്റാൻ, അവരെ ഒരു കർമ്മിക്കും ഒരു തന്ത്രിക്കും ഒരു പൂജാരിക്കും വിശേഷം മാറ്റാൻ പറ്റില്ല. അവർ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ്. അവരെന്ത് ചെയ്യാൻ പറ്റും? അവരെ പ്രീതിപ്പെടുത്തി വിടാനേ പറ്റുള്ളൂ. പ്രീതിപ്പെടുത്തി ഒന്നുകിൽ ഒഴുക്കുള്ള വെള്ളത്തിൽ കളയുക, അല്ലെങ്കിൽ ആകാശമാർഗത്തിൽ ഉദ്ദേശിക്കുക. എന്നിട്ട് ഗുരുതി കമത്തി ദേവിക്ക് അതിനു മേലെ കടുംബ ആയുസ്സും നിവേദിക്കുക. അപ്പോഴാണ് ലക്ഷങ്ങൾ മുടക്കേണ്ട ഗുണങ്ങൾ വരുള്ളൂ, അല്ലെങ്കിൽ ഗുണങ്ങൾ ഉണ്ടാവില്ല. ഇത്തരത്തിൽ കർമ്മം ആരും തന്നെ ചെയ്യണില്ല. ഞങ്ങളൊക്കെ ഒരു 10 രൂപ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. വലിയ വലിയ തന്ത്രിമാരാണ് ലക്ഷങ്ങൾ മേടിച്ചു കൊണ്ടുപോയിട്ട് ഒരു ഫലം കിട്ടാണ്ട് വീണ്ടും നമ്മുടെ അടുത്ത് വരും. ഇപ്പം ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ആ പൈസ പോകാൻ യോഗമുണ്ട്. ഒരു യൂണിവേഴ്സലിൽ ഒരു നിയമമുണ്ട്. ആ നിയമത്തിലാണ് ഓരോ ഗോത്രങ്ങളും നിലനിൽക്കുന്നതും ഈ സമൂഹം നിലനിൽക്കുന്നതും
നമ്മുടെ രാജ്യവും നിലനിൽക്കുന്നത്. ആ കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് വിളിച്ച് പറയുന്നുണ്ട് ഒരു ഫലം കിട്ടിയില്ല എന്നൊക്കെ പറയും. ഇപ്പോൾ കാശില്ല, ഒരു ഹോമാദികളൊക്കെ ചെയ്യാനൊന്നും പൈസ ഇല്ല എന്നൊക്കെ പറയാം. അപ്പം അത്തരത്തിലുള്ളവർക്ക് വേണ്ടി ഞാൻ ഇതിക്ക് മുൻപൊരു ക്ഷമിക്കണം, ഇതിക്ക് മുൻപ് ഞാനൊരു ഭസ്മക്രിയ, ഘണ്ടാകർണസ്വാമിയുടെ ഭസ്മക്രിയ പറഞ്ഞിരുന്നു. അതൊക്കെ അതിന് ബദലായിട്ടുള്ള ഒരു കർമ്മങ്ങൾ. നമുക്ക് തോന്നും ഒരു ഭസ്മം തെളിച്ചാൽ ഭൂതങ്ങൾ ഓടി ഒളിക്കുമോ? പലരും ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്താൽ നടക്കുമോ, ഇത് കാര്യമാണോ എന്നൊക്കെ ചോദിക്കും. നിങ്ങൾ ചെയ്തു നോക്ക്, ഫലം കിട്ടും. ഇത് വെറുതെ കുറേ എപ്പിസോഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ചാനലല്ല. 1000 വർഷങ്ങളിലൂടെ ഉൾത്തിരിഞ്ഞു വന്നിട്ടുള്ള മലബാര സമ്പ്രദായത്തിലായിക്കോട്ടെ, താന്ത്രവിധി പ്രകാരമായിക്കോട്ടെ, ക്ഷേത്രവിധി പ്രകാരമായിട്ടുള്ള ശാസ്ത്രീയമായ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ സംപ്രേഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിൽ ആഭിചാര ദോഷങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാൾ, അവർക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കാര്യത്തിൻ്റെ ഒരു ചെറിയൊരു ക്രിയയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. വടുക ഭൈരവ മഹാമന്ത്ര ക്രിയ. ഇതിനെന്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ 30 ശനിയാഴ്ച, ഒരു മലയാള മാസത്തിലെ ശനിയാഴ്ച നമ്മൾ 108 കൂവളത്തിൻ്റെ ഇല അത് പൊട്ടിച്ചു കൊണ്ടുവന്ന് വൃത്തിയാക്കി അതിലെ എട്ടുകാലിയുടെ വലകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെളികളൊന്നും ഇല്ല എന്ന് വ്യക്തമാക്കി മനസ്സിലാക്കിയതിന് ശേഷം അത് നമ്മൾ നല്ല വെള്ളത്തിലിട്ട് മൂടി വയ്ക്കുക. ശേഷം ആ 108 ഇല പിറ്റേ ദിവസം ശനിയാഴ്ച അധികാലത്ത് പോയി ശിവങ്കലിലേക്ക് അർച്ചന ചെയ്യാൻ പറയാം. ആ ഗൃഹനാഥൻ്റെ പേരിൽ ഭഗവാന് ധാരമാല മുന്നും പിന്നും വിളക്കും കഴിക്കുക. അദ്ദേഹത്തിനൊരു ദക്ഷിണ കൊടുക്കുക. ദക്ഷിണ കൊടുക്കാൻ ആരും ഉപേക്ഷ വിചാരിക്കരുത്. ഗുരുവായിട്ട് സങ്കല്പിച്ച് ഒരു ദക്ഷിണയും കൊടുക്കുക. പിറ്റേ ദിവസം, അതായത് ഞായറാഴ്ച കാലത്ത് പോകുമ്പോൾ ആ തലേ ദിവസം തിരുമേനിയോട് പറഞ്ഞു വയ്ക്കുക, ഞാൻ നാളെ വരും, ഈ കൂവളത്തിൻ്റെ ഇലയൊക്കെ എനിക്ക് തന്നെ ഒന്ന് തിരിച്ചു തരണം എന്ന് പറയാം. അപ്പോൾ അവരത് മാറ്റി വയ്ക്കും. അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് തണലിൽ ഉണക്കണം. തണലത്ത് ഉണക്കി അതിന് ശേഷം നല്ലൊരു ചട്ടിയിൽ, മൺചട്ടിയിലിട്ട് കത്തിക്കുക. മണ്ണെണ്ണ ഒഴിക്കാനൊന്നും പാടില്ല. നന്നായിട്ട് കത്തിച്ച് അത് ഭസ്മമാവും. ഭസ്മമാകുമ്പോൾ അതിന്ന് പകുതി ഭസ്മം എടുത്ത് മാറ്റി വയ്ക്കുക. അത് നമ്മൾക്ക് തൊടാനാണ്. സന്ധ്യയ്ക്ക് കുളി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ള എല്ലാവർക്കും തൊടാം. അത് നമ്മൾ വീട്ടിൽ ഭസ്മം തൊടുന്ന ചട്ടി ഉണ്ടെങ്കിൽ, ചില വീടുകളിലൊക്കെ ഫ്രണ്ട് ഭാഗത്ത് ഭസ്മ ചട്ടി ഞാത്തിയിടും, അല്ലെങ്കിൽ ഭസ്മ കൊട്ട, പല സ്ഥലങ്ങളിൽ പല പേരാണ് പറയുക. അതിൽ മിക്സ് ചെയ്ത് വയ്ക്കുക. അതിനാണ് അങ്ങനെ വയ്ക്കുന്നത്. ഈ ഭസ്മം നമ്മൾ എടുത്ത് അതൊരു ഇടത് കയ്യിൽ പിടിച്ച് വലത് കൈ കൊണ്ട് തൊട്ട് വടുക ഭൈരവൻ്റെ മഹാമന്ത്രം ചൊല്ലണം. ആ മന്ത്രം ഞാൻ ചൊല്ലാം. ഓം വടുക വടുക വടുകനാഥ, 40 അടിയിൽ പാലുപോലെ പൊട്ടി പളുങ്കുപോലെ ഉൾത്തിരിഞ്ഞ കരിങ്കച്ച അരയ്ക്ക് ചുറ്റി ചാർത്തി പകിരി തിരിഞ്ഞ ചെമ്പൻ മീശതുള്ളി കറ്റുകാള മുതുകേറി ഒറ്റ കുട്ടി കുട്ടിച്ചാത്ത വലത്തു വെട്ടിയിടത്തു താഴ്ത്തി ശക്തി എനിക്ക് വശമായിരിക്കുക സ്വാമിയൻ ഗുരുവിനാണേ സ്വാ. ഇങ്ങനെ മന്ത്രം 108 തവണ തൊട്ട് ജപിക്കണം. ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും നമ്മുടെ ആവശ്യം പ്രാർത്ഥിക്കാം. എന്താണോ നമ്മുടെ ആവശ്യം, സകല അഭിചാര ദോഷങ്ങളും ഉച്ചാടനം നടത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം.
ഇതിന്ന് പകുതി നമ്മൾ നമ്മുടെ നിത്യം തൊടുന്ന ഭസ്മ കുട്ടയിലാക്കി വയ്ക്കുക, മിക്സ് ചെയ്ത് വയ്ക്കുക. അത് ദിവസം തൊടുക. പകുതി നമ്മൾ എല്ലാ ശനിയാഴ്ചയും നമ്മുടെ വീട്ടിൽ അടിച്ചു വാരി തുടച്ചതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഈ ഭസ്മം കുറച്ച് ഇട്ടിട്ട് മിക്സാക്കിയതിന് ശേഷം ഈ മന്ത്രം ഒരു 8 ഉരു തൊട്ട് ജപിക്കുക. ആ വെള്ളത്തിൽ നമ്മുടെ കൈവിരൽ മുക്കി ശിവനോട്, വടുക ഭൈരവനായിരിക്കുന്ന ശിവനോട് പ്രാർത്ഥിച്ച് 8 ഉരു ചൊല്ലി നമ്മുടെ അകത്തും പുരയ്ക്കും ചുറ്റുമൊക്കെ തളിക്കണം. ക്ഷമിക്കണം. എല്ലാ ആഭിചാര ദോഷങ്ങളും ഉച്ചാടനം ചെയ്തു വരും. ഒരു സംശയം വേണ്ട. എൻ്റെ ഗുരുക്കന്മാരുടെ കൂടെ അനേക കാലം ഗുരുപാദ പൂജ സേവ ചെയ്തതിൻ്റെ ഫലമായി കിട്ടിയിട്ടുള്ള കൊച്ചു കൊച്ചു അറിവുകളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് തരുന്നത്. ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ എളുപ്പമുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് തരുന്നത്. ഇത് നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ, ആ സ്നേഹം നിങ്ങൾ തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടിയൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ചാനലിനെ പറ്റി അറിയിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് കുടുംബ പരദേവതയായിരിക്കുന്ന മഹാഭദ്രകാളിയമ്മ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന ഇവിടെ അമ്മ കേൾക്കും. ആത്മാർത്ഥമായിട്ട് അമ്മയോട് പ്രാർത്ഥിക്കുക. എല്ലാവരെയും കുടുംബ പരദേവത അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം നമഃ ശിവായ.